ട്രാൻസ്ഫോം പ്രോപ്പർട്ടി ഇത് യൂസ് ചെയ്ത് ഒരു ഒബ്ജക്റ്റിനെ വിഷ്വലി നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, അതിനെ ടിൽറ്റ് ചെയ്യാം, അതിന്റെ സൈസ് കൂട്ടാം, കുറയ്ക്കാം. അതും 2D സ്പേസ് ആൻഡ് 3D സ്പേസിൽ. ഈ രണ്ട് സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്ജക്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, വിഷ്വലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ട്രാൻസ്ഫോം. അപ്പൊ അതിന് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ സ്റ്റൈലിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്വയർ ബോക്സ് ആക്കാൻ വേണ്ടി ഞാൻ വിഡ്ത്തും ഹൈറ്റും സെയിം വില പാസ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു വൈറ്റ് സ്മോക്ക് പാസ് ചെയ്തു. പിന്നെ അതിന് ബോർഡർ റേഡിയസ് കൊടുത്ത് ഈ ഒരു പാരഗ്രാഫ് ടാഗ് ആ ബോക്സിന്റെ കൃത്യം മിഡിൽ വരാൻ വേണ്ടി ഡിസ്പ്ലേ ഫ്ലക്സും അലൈൻ ഐറ്റം സെന്ററും ജസ്റ്റിഫൈ സെന്ററും കൊടുത്ത് ഔട്ട്പുട്ട് ഇതേപോലെ ഇരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ബോക്സിന്റെ അകത്ത് ട്രാൻസ്ഫോം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ട്രാൻസ്ഫോം പ്രോപ്പർട്ടിക്കകത്ത് കുറച്ച് കോമൺ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ ആ ഫങ്ഷൻസ് എങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഇപ്പൊ ട്രാൻസ്ഫോം പ്രോപ്പർട്ടി അതിന്റെ അകത്ത് ആദ്യം പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് ട്രാൻസ്ലേറ്റ്. ട്രാൻസ്ലേറ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് ആക്സിസും വൈ ആക്സിസിനെയും കോർഡിനേറ്റ് വെച്ച് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ പറ്റും. അതിൽ ഒരു കാര്യം ഓർത്ത് വയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പോയിന്റ് ഈ സ്റ്റാർട്ട് ഫ്രം ടോപ്പ് ലെഫ്റ്റ്. ഈ ഒരു സൈഡിൽ നിന്നായിരിക്കും ആ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കലും ബോട്ടം ലെഫ്റ്റ് ഇവിടെ ആയിരിക്കത്തില്ല. CSS വരുമ്പോ കേസ്, അല്ലെങ്കിൽ വെബ് പേജ് വരാനുള്ള കേസ്. അപ്പൊ ഇതാണ് എക്സ് ആക്സിസും ഇതായിരിക്കും വൈ ആക്സിസും. പിന്നെ എക്സിന് ഒരു 100 px യൂണിറ്റും കൊടുക്കുന്നു. അതേപോലെ വൈ ആക്സിസിനും ഞാൻ 0 എന്ന് കൊടുക്കുകയാണ്. മൂവ് ആയത് കണ്ട, മൂവ് ആവുന്നതാണ് ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ്. ഇവിടുന്ന് 100 px എക്സ് ആയത്. ഇനി വൈ കൊടുക്കാൻ നേരത്ത് വൈ ഞാൻ ഒരു 400 px കൊടുക്കുകയാണ്. ഈ പോയിന്റിൽ നിന്ന് ഇത്ര, ഇവിടുന്ന് എത്രയാണ് 400 px. ഒരിക്കലും ഇതിന്റെ മിഡിൽ വെച്ച് കമ്പയർ ചെയ്യില്ല. ഓക്കെ, ഈ ഒരു പോയിന്റ് എക്സ് ആക്സിസ് ഈ ഒരു പോയിന്റ് വെച്ച് നോക്കുമ്പോൾ 100, വൈ ആക്സിസ് ഈ ഒരു പോയിന്റ് വെച്ച് നോക്കുമ്പോൾ 400. ഓക്കെ, ഇങ്ങനെയാണ് വില കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ 3 രീതിക്ക് വില കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു 2Dയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, 3Dയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഇപ്പൊ എക്സ് മാത്രം മൂവ് ചെയ്യാൻ മതി. അപ്പൊ ട്രാൻസ്ലേറ്റ് എക്സ് എന്നുള്ള വില ഉണ്ട്. അതിൻ്റെ അകത്ത് മാത്രം 300 px കൊടുക്കാം. അതേപോലെ എക്സ് മാറ്റിയിട്ട് ക്യാപിറ്റൽ വൈ കൊടുക്കുമ്പോൾ വൈ ആക്സിസ് മാത്രം സപ്പോർട്ട് ചെയ്തോളൂ. ഞാൻ ഇസഡ് ആണ് കൊടുക്കുന്നെങ്കിൽ ഇസഡ് പ്ലെയിനിൽ, പിന്നെ അതിന്റെ സെറ്റ് ചെയ്തിട്ടില്ല. 2D ആകുമ്പോ എക്സും വൈയെ കാണത്തുള്ളൂ, 3D ആകുമ്പോ എക്സ് വൈ ഇസഡ്. അപ്പൊ ട്രാൻസ്ലേറ്റ് ഫംഗ്ഷൻ അത്രയേ ഉള്ളു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് വൈ ആക്സസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഇമേജിനെ ട്രാവൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജമ്പ് ചെയ്യിപ്പിക്കാൻ പറ്റും. അടുത്തുള്ള ഒരു ഫംഗ്ഷൻ ആണ് സ്കെയില്. സ്കെയില് യൂസ് ചെയ്ത് നമുക്കൊരു ഇമേജിന്റെ സൈസ് ഡബിൾ ആക്കാൻ പറ്റും, സൈസ് കുറയ്ക്കാനും പറ്റും. അപ്പൊ ഞാൻ സ്കെയിലിന്റെ അകത്ത് ഒറ്റൊരു വാല്യൂ 1 കൊടുക്കുന്നെങ്കിൽ അതിന്റെ ഒറിജിനൽ സൈസ് ആയിരിക്കും. ഞാൻ 0 ആണ് കൊടുക്കുന്നെങ്കിൽ അതേ കാണത്തില്ല. ഞാൻ 1നേക്കാളും ഒരു വലിയ സംഖ്യയാണ് കൊടുക്കുന്നെങ്കിൽ, എക്സാമ്പിൾ ഞാൻ 2 കൊടുക്കുന്നെങ്കിൽ നമ്മൾ ഒറിജിനൽ ഇമേജിന്റെ 2 ഇരട്ടിയായിട്ട് ഇൻക്രിമെന്റ് ആവും. വിഡ്ത്തും 2 ഇരട്ടിയാവും, ഹൈറ്റും 2 ഇരട്ടിയാവും. ഇപ്പൊ 100 ആണെങ്കിൽ ഇപ്പൊ ഇതിന്റെ വിഡ്ത്തും ഹൈറ്റും 200 ആയിരിക്കും. ഓക്കെ, പിന്നെ അവിടെ 0.5 1നേക്കാളും ചെറിയ വിലയാണ് കൊടുക്കുന്നെങ്കിൽ അതിനനുസരിച്ച് ഇത് ചുരുങ്ങും. ഇതിനകത്തും 2 വാല്യൂസ് ഉണ്ട്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും, അല്ലെങ്കിൽ വിഡ്ത്തും ഹൈറ്റും. ഞാൻ ഇവിടെ ഇപ്പൊ 3ഉം ഇവിടെ ഇപ്പൊ 6 കൊടുക്കുന്നെങ്കിൽ ഒരു പ്രപ്പോർഷൻ ഇല്ലാത്ത രീതിയിലായിരിക്കും അത് സ്കെയിൽ ആയത്. കാരണം വിഡ്ത്ത് 3 വെച്ച് ഇൻക്രിമെന്റ് ആയി, പക്ഷേ ഹൈറ്റ് കണ്ട 6 ഇരട്ടിയായിട്ടാണ് ഇൻക്രിമെന്റ് ആയത്. ഓക്കെ, പിന്നെ സ്കെയിലിനകത്ത് എന്തുണ്ട്? നമുക്ക് അല്ലാതെ എന്ത് കൊടുക്കാം? സ്കെയിൽ എക്സ്, സ്കെയിൽ വൈ ആയിട്ട് സെപ്പറേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വില കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്ക്, നമ്മളെ വിഡ്ത്ത് ഇപ്പൊ 100 px 100 ആണ്, 200 px ആണ്. പക്ഷെ ഹൈറ്റ്
200 × 7 അതാണ് ഇത്രയും. അതിന്റെ അപ്പുറമൊക്കെ ഉണ്ട് കേട്ടോ. ഇമേജ് ഞാൻ കൃത്യം മിഡിലല്ലാത്തതുകൊണ്ടാണ് സൈഡിൽ നിന്ന് വെച്ചങ്ങ് സ്ട്രെച്ച് ആയി പോയത്. അപ്പൊ ഇതാണ് സ്കെയിൽ പ്രോപ്പർട്ടി. സ്കെയിൽ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇമേജിന്റെ സൈസ് യൂണിഫോം ആയിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും, യൂണിഫോം ആയിട്ട് ഡിഗ്രീസ് ചെയ്യാനും പറ്റും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് റൊട്ടേറ്റ് ആണ്. ഇപ്പൊ ട്രാൻസ്ഫോമിന്റെ അകത്തുള്ള അടുത്തൊരു കോമൺ ഉള്ള ഫംഗ്ഷൻ ആണ് റൊട്ടേറ്റ്. റൊട്ടേറ്റിന്റെ അകത്ത് നമ്മൾ എക്സും വൈ ഇസഡും ഉണ്ട്. അപ്പൊ അതിനകത്ത് വാല്യൂസ് കൊടുക്കാൻ നേരത്ത് പിക്സലിലായിരിക്കത്തില്ല, പകരം ഡിഗ്രിയിലായിരിക്കും. ഇപ്പൊ എനിക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറങ്ങുക, എനിക്ക് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ 60 പി എക്സ് എന്ന് കൊടുക്കല് ഡിഗ്രി ആംഗിൾ ആയാണ് ഇമേജ് റൊട്ടേറ്റ് കണ്ട. അപ്പൊ 0 തൊട്ട് 360 വരെയാണ്. ഇപ്പൊ സപ്പോസ് ഐ എന്റേഡ് 145. ആ ബോക്സ് ഒക്കെ തലഞ്ഞു വന്നുണ്ടോ? ഇതിനകത്ത് എന്തുണ്ട്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. ഇസഡ് കൊടുത്ത് എന്ത് നടക്കും നോക്കാം. ഒന്നും നടന്നില്ല. ഓക്കെ, നമുക്കിനി അടുത്ത പ്രോപ്പർട്ടി നോക്കാം. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ക്യൂ ആണ്. SKEW. ക്യൂ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ ഫോട്ടോഷോപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടു കാണും, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ഐഡിയ. അപ്പൊ ക്യൂ മെയിൻ ആയിട്ട് യൂസ് ചെയ്യണത് ടിൽറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഒന്ന് ചലിക്കാൻ വേണ്ടി. പിന്നെ അവിടെ സ്ക്യൂ. അപ്പൊ ഇതാണ് എന്റെ ഒറിജിനൽ ഇമേജ്. ഇതിന് എനിക്ക് കുറച്ച് ചരിക്കണം. അപ്പൊ ഇതിന്റെ അകത്ത് ഫസ്റ്റ് കൊടുക്കാണെന്ന് വെച്ചാൽ ആംഗിൾസ് ആണ്. എക്സ് കോർഡിനേറ്റിനും ഒരു ആംഗിൾ കൊടുക്കണം, വൈ കോർഡിനേറ്റിനും ഒരു ആംഗിൾ കൊടുക്കുക. ഇവിടെ കൊടുക്കുന്നത് 40 ഡിഗ്രി, 30 ഡിഗ്രി. ഔട്ട് നോക്കുന്നേ, ടിൽറ്റ് ആയത് കണ്ടോ? കുറച്ചുകൂടി അറിയാൻ വേണ്ടി ഞാൻ വൈക്ക് ഒരു 10 കൊടുക്കുക. ടിൽറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഏത് യൂസ് ചെയ്യണത്? സ്ക്യൂ യൂസ് ചെയ്യുന്നത്. പിന്നെയും കുറച്ചുണ്ട്, ഒരു മെട്രിക്സ്, റിസപ്ഷൻ, കല എത്രയൊക്കെ നോക്കിയാൽ മതി. പിന്നെ ഇതിന്റെ കോമ്പിനേഷൻ. ഇതിപ്പോ എല്ലാം ഞാൻ സെപ്പറേറ്റ് അല്ലേ ഇത്. എനിക്ക് ഇതിനാണെങ്കിൽ ഇതിന്റെ കോമ്പിനേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതെന്ത് ചെയ്യാൻ മതി? ട്രാൻസ്ഫോം. എനിക്കിപ്പോ സ്കെയിൽ ചെയ്യണം. ട്രാൻസ്ലേറ്റ് ഞാൻ അവിടെ കൊടുക്കുകയാണ് 200 px, 40 px. അതേപോലെ എനിക്ക് റൊട്ടേറ്റ് ചെയ്യണം. അതിനാണ് എന്ത് ചെയ്യാം? സ്പേസ് ഇട്ടിട്ട് റൊട്ടേറ്റ് 80 ഡിഗ്രി. അതേപോലെ എനിക്ക് എന്ത് ചെയ്യണം? സൈസ് കുറയും. അപ്പൊ സ്കെയിലിനകത്ത് ഞാൻ 0.5 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ ഓർഡറിന് കൊടുക്കാം. പക്ഷെ ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ വരും. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഞാൻ സപ്പോസ് ഈ ട്രാൻസ്ലേറ്റ് ഫസ്റ്റ് കൊടുത്തില്ല, ഇടയ്ക്കോ ലാസ്റ്റ് എന്തെങ്കിലും കൊടുത്തെന്ന് വെച്ചോ, ട്രാൻസ്ലേറ്റ് വർക്ക് ആവത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ബഗ് ഒക്കെ ഉണ്ട്, നോക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫോം എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് സ്കെയിലും ട്രാൻസ്ലേറ്റും റൊട്ടേറ്റും സ്ക്യൂ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡയറക്റ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പൊ എനിക്കിപ്പോ റൊട്ടേറ്റ് ആണ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ ഡയറക്റ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതിനകത്ത് എന്ത് കൊടുക്കുക? ഒരു ആംഗിൾ കൊടുക്കുക. ഞാൻ കൊടുക്കുകയാണ് 45 ഡിഗ്രി എന്ന് കൊടുക്കുകയാണ്. 45 ഡിഗ്രി റൊട്ടേറ്റ് ആയി, അല്ലെങ്കിൽ 220, 25 ഡിഗ്രി. ഓക്കെ, അതേപോലെ ട്രാൻസ്ലേറ്റിന്റെ അകത്ത് ഞാൻ കൊടുക്കുകയാണ് 300 px, അതിനൊക്കെ 200 px. അതേപോലെ തന്നെ ഞാൻ സ്കെയിലിന്ന് വില കൊടുക്കുകയാണ്. 1 കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ സൈസ്, 2 കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിനേക്കാളും വലിയ സംഖ്യ കൊടുക്കുമ്പോൾ അത് ഇരട്ടിക്കും, ഒന്നിനേക്കാളും ചെറിയ സംഖ്യ കൊടുക്കുമ്പോൾ അത് ചെറുതാവും. ഇപ്പൊ 2 വിലയാണ് ഞാൻ കൊടുക്കുന്നെങ്കിൽ അതിനനുസരിച്ച് വിഡ്ത്തും ഹൈറ്റും മാറ്റും. അത് ചില വർക്ക് ആയില്ലെങ്കിൽ x1 സപ്പോർട്ട് ചെയ്തില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ മെയിൻ യൂസ് നമുക്ക് ആനിമേഷൻ ചെയ്യാൻ നേരത്തൊക്കെ ഇതിന്റെയൊക്കെ യൂസ്. എക്സാം എടുക്കാൻ നമുക്ക് ബോക്സിന്റെ തന്നെ ഒരു ആനിമേഷൻ ചെയ്ത് നോക്കാം. ഇന്ന് കുറച്ച് സൈഡിൽ വരാൻ വേണ്ടി ഞാൻ ബോഡിക്കകത്ത് ഒരു പാഡിങ് കൊടുക്കുകയാണ്. ഒരു പാഡിങ് ഒരു 10 REM കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഞാൻ മൗസ് ഇവിടെ കൊണ്ടുപോകുമ്പോൾ ചെയ്യണം, ഇതൊന്ന് റൊട്ടേറ്റ് ആണ്.
ചെറിയ രീതിക്ക് റൊട്ടേറ്റ് ആവണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ബോക്സിന് നമ്മൾ ഓവർ കൊടുക്കണം. അതിൻ്റെ അകത്ത് റൊട്ടേറ്റ് നമുക്ക് എത്ര കൊടുക്കാം? ഒന്ന് കറങ്ങാൻ വേണ്ടി 360 ഡിഗ്രി കൊടുക്കാം. വർക്കായില്ലേ? നമുക്ക് ചെറിയൊരു ആംഗിൾ കൊടുക്കില്ല. ഓക്കെ, 360 വർക്കായാലെന്ന് അറിയത്തില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ടൊരു ട്രാൻസിഷൻ ഞാൻ ഒരു 2 സെക്കൻഡ് കൊടുക്കുകയാണ്. പെട്ടെന്ന് ഓക്കെ, 360. മറ്റേത് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അങ്ങ് കറങ്ങി നിൽക്കണോണ്ടായിരിക്കും നമുക്കൊന്നും അറിയാൻ പറ്റാത്തത്. പക്ഷെ ട്രാൻസിഷൻ യൂസ് ചെയ്താൽ എനിക്ക് എന്താ പറ്റും? ആനിമേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ 360 ഡിഗ്രി കറങ്ങണമെങ്കിൽ ഒരു 2 സെക്കൻഡ് എടുക്കും. 2 സെക്കൻഡ് കൊടുക്കണമെങ്കിൽ 5 സെക്കൻഡ് ആയാൽ മാത്രമേ ഫുൾ റൊട്ടേഷൻ കറങ്ങൂ. ഓക്കെ, അതാണ് കേട്ട് വേറെ എന്ത് കൊടുക്കാം? നമുക്ക് ട്രാൻസിഷൻ നമുക്ക് കൊടുക്കാം. ഒരു 100 വേവ്സ്, ഒരു 200 വേവ്സ് കൊടുക്കാം. അത് മൗസോടെ കൊണ്ടുപോകുമ്പോൾ കുറച്ചും കൂടി മൂവ് ആയിട്ട് വരും. അല്ലെങ്കിൽ എക്സ് മാത്രം മൂവ് ചെയ്താൽ മതി. മൂവ് ആവുക. വർക്കായിരിക്കും. ഈ കേസ് വർക്കായില്ലെങ്കിൽ ട്രാൻസ്ഫോമിൻ്റെ അകത്ത് ട്രാൻസിഷൻ മറ്റേത് വർക്കാവും. ട്രാൻസ്ലേഷൻ്റെ അകത്ത് 100 കേസ് കോമ 0. ഇതൊന്ന് ഞാൻ ഇതിൽ വർക്കാൻ നോക്കാം. ട്രാൻസ്ലേറ്റിൻ്റെ അകത്ത് 100 കേസ് 0. ഇപ്പോൾ വർക്കായ ഒരു ആക്സസ് 40 കൊടുക്കുക. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നേരത്തെ ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ സ്പെല്ലിംഗ് എന്തെങ്കിലും തെറ്റിച്ചടിച്ചായിരിക്കും. മൗസ് കൊണ്ടുപോകുമ്പോൾ ആ ഒരു ആനിമേഷൻ. എനിക്ക് താഴോട്ടാണ് ഒരാളാണെങ്കിൽ എന്ത് ചെയ്യുക? താഴോട്ട് ഒരാളെ കൊടുക്കുക. ഓക്കെ, അതിനൊക്കെ ഞാൻ സ്കെയിലാണ് കൊടുക്കുന്നത്. സ്കെയിലാണെങ്കിൽ നമുക്കൊരു ക്ലിക്ക് ചെയ്യുന്ന എഫക്റ്റ് വേണമെങ്കിൽ കൊണ്ടുവരാം. അതിപ്പോ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഡെമോ കാണിച്ചു തരാം. ഒരു 8 കൊടുക്കുകയും ഒരു ക്ലിക്ക് ചെയ്യണ ഒരു എഫക്റ്റ്. നമ്മൾ ശരിക്കും ബട്ടൺ കൊണ്ടുപോകുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ ശരിക്കും കീബോർഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പ്രസ് ചെയ്യുമ്പോൾ താഴോട്ട് പോകും, കൈ എടുക്കുമ്പോൾ വരും. മുഖത്താക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടില്ല. അങ്ങനെയും സെറ്റപ്പ് ചെയ്യാം. അങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? എനിക്ക് ഒന്ന് ഒറിജിനൽ ഡിസൈനിന്റെ സൈസ് ഒന്ന് കുറയ്ക്കണം. എന്നിട്ട് ഹോവറിന്റെ അകത്ത് സ്കെയിൽ ഒന്ന് കൊടുക്കണം. എന്നിട്ട് ട്രാൻസിഷൻ 1 സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ 0.9 സെക്കൻഡ് 1.1 സെക്കൻഡ്. തിരിച്ചാണ് കൊടുക്കാനുള്ളത്. ഇവിടെ 1, ഇവിടെ 0.9. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫോം പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ബോണസ് പാർട്ടും കൂടിയാണ്. ട്രാൻസ്ഫോമിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാബ് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് ട്രാൻസ്ഫോം റൊട്ടേറ്റ് 180 ഡിഗ്രി ചെയ്യുക. പിന്നെ ട്രാൻസ്ഫോം സ്റ്റൈലിന്റെ അകത്ത് നമ്മൾ പ്രിസർവ് 3D സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ട്രാൻസിഷൻ ടൈം
നിങ്ങളിത് കോഡ് എഴുതിയിട്ട് റൺ ചെയ്ത് നോക്കിയാൽ മതി. അതിന്റെ ഔട്ട്പുട്ട് ഏതാണ്ട് ഇതേപോലെ ആയിരിക്കും. ഓക്കെ, ബാക്കി നിങ്ങൾ നെറ്റിലേക്ക് റിസർച്ച് ചെയ്ത് ട്രൈ ഔട്ട് ചെയ്യുക.